നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI തൊഴിൽ വിപണിയിൽ എങ്ങനെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, മുൻ ഗൂഗിൾ എക്സിക്യൂട്ടീവ് മോ ഗൌഡാറ്റിന്റെ ചില ശക്തമായ മുന്നറിയിപ്പുകളുണ്ട്. ശരിയാണ്. ഇപ്പോൾ തന്നെ പലരും ഈ AI പ്രൂഫ് ജോലികൾ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നത് കാണാം. കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കും? ഗൌഡാറ്റിന്റെ അഭിപ്രായം കുറച്ച് വ്യത്യസ്തമാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഗൌഡാറ്റ് പറയുന്നത് ഈ AI കാരണം പോകുന്ന ജോലികൾക്ക് പകരം അത്രയും തന്നെ പുതിയ ജോലികളങ്ങ് എളുപ്പത്തിൽ വരുമെന്ന ചിന്ത അത് 100% അസംബന്ധം ആണെന്നാണ്. ഓഹോ. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, അതായത് AGI വരുമ്പോൾ ഏറ്റവും മികച്ച ആളുകൾക്ക് പോലും വലിയ സമ്മർദ്ദമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ AGI എന്താണെന്നൊന്നുകൂടി പറയാമോ? പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന AI എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം മാത്രം ചെയ്യാൻ കഴിവുള്ളതാണ്, അല്ലേ? അതെ, ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക, അങ്ങനെയൊക്കെ. അത് തന്നെ. പക്ഷേ AGI അങ്ങനെയല്ല. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏതു ബൗദ്ധിക ജോലിയും, അതെന്തുമാവട്ടെ, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതോ ഡേറ്റ അനലൈസ് ചെയ്യുന്നതോ, എന്തിന് ഒരു കവിത എഴുതുന്നത് പോലുമോ, അതെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു AI ആണ് ഈ AGI. ഗൌഡാറ്റ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ശരിക്കും അത്ര കഴിവില്ലാത്ത CEOമാരെ വരെ ഒരുപക്ഷെ AGIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അതിനേക്കാൾ പ്രധാനം, തന്റെ ജോലിയിലൊരു എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത ആരെയും ഇത് ശരിക്കും ബാധിക്കുമെന്നതാണ്. അദ്ദേഹം സ്വന്തം അനുഭവം പറയുന്നുണ്ടല്ലോ. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് Emma.love. അതെ, വെറും 3 പേരെ വെച്ചാണ് AI സഹായത്തോടെ അത് ഉണ്ടാക്കിയത്. AI ഇല്ലായിരുന്നെങ്കിൽ ഏകദേശം 350 ഡെവലപ്പർമാർ വേണ്ടിവരുമായിരുന്നു എന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതെ, 350 പകരം 3 പേര്. ആലോചിച്ചു നോക്കൂ, ഇത് കാര്യക്ഷമതയുടെ ഒരു ഉദാഹരണം തന്നെ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നാം, അല്ലേ? ഒരുപാട് പേർക്ക് ജോലി പോകുമോ എന്ന്. അദ്ദേഹം 2027ഓടെ ഒരു ബുദ്ധിമുട്ടുള്ള സമയം പ്രവചിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഹ്രസ്വകാല ഡിസ്റ്റോപ്പിയ എന്നാണ്. അതായത് ഒരുപാട് പിരിച്ചുവിടലുകൾ, പിന്നെ സാമ്പത്തികമായി അസമത്വം കൂടുന്ന ഒരവസ്ഥ, സമൂഹത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം AIയെ അല്ല കുറ്റം പറയുന്നത്. അല്ല, മനുഷ്യന്റെ മൂല്യങ്ങളെയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്? ലാഭം മാത്രം നോക്കിയാണോ? അതാണ് പ്രശ്നമെന്നാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത്. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശം വളരെ വ്യക്തമാണ്, എന്നാൽ കുറച്ച് കഠിനവുമാണ്. ഒന്നുകിൽ അസാധാരണമാവുക, അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കപ്പെടുക. അതെ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ഭയം തോന്നാം. വെറും ടെക്നിക്കൽ സ്കിൽ മാത്രമല്ല, മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ചില കഴിവുകളുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന് സഹാനുഭൂതി, എംപതി, മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്. പിന്നെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നത്. അതുപോലെ സൂക്ഷ്മമായ വിവേചനാധികാരം, അതായത് സാഹചര്യത്തിനനുസരിച്ച് ശരിതെറ്റുകൾ മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്. പിന്നെ പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്, ഇതൊന്നും AIക്ക് അത്ര എളുപ്പത്തിൽ അനുകരിക്കാൻ പറ്റില്ല. ശരിയാണ്. ഡാറ്റ പാറ്റേണൊക്കെ AI നോക്കും. പക്ഷെ ഒരു കസ്റ്റമറുടെ മുഖഭാവം കണ്ടിട്ട് കാര്യം മനസ്സിലാക്കാനോ? അതുതന്നെ. അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് സംസാരിച്ച് തീർക്കാനോ, അതൊക്കെ മനുഷ്യന്റെ കഴിവുകളാണ്. അവിടെയാണ് നമ്മുടെ ശക്തി. അപ്പോൾ ഈ AI പ്രൂഫ് ജോലി എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ മാനുഷികമായ കഴിവുകൾ ആവശ്യമുള്ള ജോലികളിൽ എങ്ങനെ നന്നായി ശോഭിക്കാം എന്നതിലാണോ? കൃത്യമായി. ടെക്നിക്കൽ അറിവിന്റെ കൂടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ടീം വർക്കോ ഒക്കെ ഒരുമിപ്പിക്കുന്നത് പോലെ. അതുതന്നെ. പിന്നെ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കഴിവുകൾ നേടുക, അത് വളരെ പ്രധാനമാണ്. ഓക്കെ. പിന്നെ കുറച്ചുകൂടി വലിയ തലത്തിൽ നോക്കിയാൽ വ്യവസ്ഥാപിതമായ മാറ്റങ്ങളും വേണം. അതായത് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം UBI പോലെയുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഒരു അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികൾ, അതുപോലെ നല്ല രീതിയിലുള്ള റീസ്കില്ലിംഗ് പ്രോഗ്രാമുകൾ. വിദ്യാഭ്യാസ രീതി തന്നെ മാറ്റേണ്ടി വരും. മാറുന്ന ലോകത്തിനനുസരിച്ച് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കണം. കമ്പനികൾക്കും ഒരു പങ്കുണ്ട്. AI കാരണം ലാഭം കൂടുമ്പോൾ ആളെ കുറയ്ക്കാൻ മാത്രം നോക്കാതെ മനുഷ്യനും AIയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പുതിയ റോളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ആ ലാഭം അതിനായി ഉപയോഗിക്കാം. ഇത് ശരിക്കും ജോലിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ട്.
ഈ ആവർത്തന സ്വഭാവമുള്ള പണികളൊക്കെ AI ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുമോ? അതെ, അതാണ് ഇതിലെ ഒരു പോസിറ്റീവ് വശം. AI-യെ ഒരു എതിരാളിയായി കാണുന്നതിനു പകരം ഒരു പങ്കാളിയായി, ഒരു സഹായിയായി കാണുക. AI ഡേറ്റ തരുന്നു, അനലൈസ് ചെയ്യുന്നു. മനുഷ്യർ അവരുടെ അനുഭവ പരിചയവും വിവേകവും ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്നു, നടപ്പാക്കുന്നു. ശരി. ഇതിന് പക്ഷെ നമ്മുടെ ചിന്താഗതി മാറണം. മത്സരത്തിൽ നിന്ന് സഹകരണത്തിലേക്ക് മാറണം. ചെറിയ ലാഭങ്ങൾക്ക് പകരം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ഇതൊരു പേടിപ്പിക്കൽ മാത്രമല്ല, ശരിക്കും മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അതെ. വ്യക്തിപരമായും ഒരു സമൂഹമെന്ന നിലയിലും എന്തിന് ജോലിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിൽ പോലും മാറ്റം വരണം. നമ്മളെ മനുഷ്യരാക്കുന്ന കഴിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് AI-യെ ബുദ്ധിപരമായി ഉപയോഗിക്കുക, അതാണ് വഴി. അതുതന്നെ. ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയൊരു കാര്യം എന്തായിരിക്കും? ഒരു അവസാന ചിന്ത കൂടി പറയാം. ഈ ജോലികളുടെ കാര്യം മാറ്റി നിർത്തിയാൽ AGI ശരിക്കും ഒരു ബുദ്ധിയുള്ള പങ്കാളിയായി മാറുമ്പോൾ അത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയെയൊക്കെ എങ്ങനെയായിരിക്കും മാറ്റുക? അതൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് തുടർന്നും ആലോചിക്കാം. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ ചിന്തിപ്പിച്ച വിഷയങ്ങളോ കഥകളോ ഉണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി.